ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 3 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ടൈറ്റനായി മാറിയ ലോ റൈസ് ആ സിറ്റി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇവിടെയുള്ള ജനങ്ങളെ നമ്മളിപ്പോൾ മാറ്റുന്നില്ല, അവരിവിടെ തന്നെ നിൽക്കും എന്ന് പറയുവാണ് കമാൻഡർ എർവിൻ. ഇത് കേട്ട് ടെൻഷനായ മിലിറ്ററി പോലീസ്, നീ എന്ത് ഈ പറയുന്ന എർവിൻ? നേരം വെളുക്കുന്ന സമയത്ത് ആ ടൈറ്റൻ ഇവിടെ എത്തും. അതൊരു അബ്നോർമൽ ടൈറ്റൻ ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? ഈ അബ്നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ എന്നാ ഓഫീസർ ചോദിക്കുന്നു. ആളുകൾ കൂട്ടമായി നിൽക്കുന്ന സ്ഥലത്തോട്ടാണ് ആ ടൈറ്റൻ ആകർഷിക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് അബ്നോർമൽ എന്ന് വിളിക്കുന്നത്. പോകുന്ന വഴിയിലുള്ള ചെറിയ ഗ്രാമങ്ങളെ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് ഈ വലിയ നഗരം ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓർവുഡ് നഗരത്തിലെ ആളുകളെ പെട്ടെന്ന് എന്നെ വാൾ സീനയുടെ ഉള്ളിലോട്ട് ആക്കി കഴിഞ്ഞാൽ ആ ടൈറ്റൻ വാൾ സീന അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എറിൻ യഗറിന്റെ ശക്തി ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാൻ നോക്കി. പക്ഷേ ലോ റൈസിന്റെ ആ ടൈറ്റൻ രൂപം അതിനെ പ്രതികരിച്ചില്ല. ആ ടൈറ്റനെ നമുക്ക് തടയണമെങ്കിൽ അത് ഓർവുഡ് നഗരത്തിന്റെ പുറത്ത് വെച്ചേ സാധിക്കൂ. അതുകൊണ്ടാണ് ഓർവുഡ് നഗരത്തിലെ ജനങ്ങളെ ഒരു ഇരയായി ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സൈനികൻ എന്ന നിലയിൽ നമ്മുടെ കടമ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ആ ടൈറ്റനെ തടയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ജനങ്ങളെ സേഫ് ആയിട്ട് ഇവിടെ നിന്നും മാറ്റാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ഇത് കേട്ട് മിലിറ്ററി പോലീസ് ഓഫീസർ, നമുക്കിതല്ലാതെ വേറെ വഴിയില്ലേ എന്ന് ചോദിക്കുന്നു. നമ്മൾ ഇതുവരെ കണ്ടതിലും വെച്ച് ഏറ്റവും വലിയ ടൈറ്റൻ ആണത്. അതിന്റെ വലുപ്പം കാരണം മതിലുകൾക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ബീരങ്കികളുടെ ലക്ഷ്യം തെറ്റാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇനിയൊരു കാരണവശാൽ അത് പോരാതെ വന്നു കഴിഞ്ഞാൽ സർവേ കോപ്സിന്റെ കയ്യിലുള്ള എല്ലാം അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. ഇതേസമയം ഓർവുഡ് നഗരത്തിൽ ആരും പേടിച്ചോടാതിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഒരു പരിശീലനം നടത്താൻ വേണ്ടി പോവുകയാണ്. ഒരു വലിയ ടൈറ്റന്റെ പ്രതിമ കൊണ്ടുവന്ന് അതിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് പരിശീലനം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിച്ചേ പറ്റൂ എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കുകയാണ് സർവേ കോപ്സ്. ഇതേസമയമാണ് ആ ജനങ്ങൾ മതിലിന് പുറത്ത് വലിയ രീതിയിൽ പുക വരുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ മതിലിന് മുകളിൽ ഉണ്ടായിരുന്ന സർവേ കോപ്സ് ബീരങ്കി ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ ടൈറ്റന്റെ ശരീരം അത്രയധികം വലുതായതുകൊണ്ട് ബീരങ്കിയുടെ ബുള്ളറ്റ് എല്ലാം അതിനൊരു ഉറുമ്പ് കടിക്കുന്ന വേദന മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതേ സമയവും ആ ടൈറ്റൻ മതിലിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടേയിരിക്കുവാണ്. എന്നെ ഇതെല്ലാം എർവിനും മറ്റുള്ളവരും വളരെ കൂളായിട്ട് നിന്ന് കാണുന്നു. ഇതേസമയം ബീരങ്കികളുമായിട്ട് മതിലിന് പുറത്തും ഒരുപാടധികം സ്ക്വാഡുകൾ നിൽക്കുന്നുണ്ട്. ആ ബീരങ്കികൾ ഉപയോഗിച്ച് അവർ അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഓ, ഇതിനേക്കാൾ മോശമാണ് താഴെയുള്ള ബീരങ്കികൾ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. മതിലിന് മുകളിലുള്ള ബീരങ്കികൾ പോലും അതിനെ നല്ല രീതിയിൽ പരിക്കേൽപ്പിക്കുന്നില്ല. അപ്പോഴാ താഴെയുള്ളത്. ഓ, നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്? എവിടെ പറ്റാൻ, അവസാന നിമിഷം തട്ടിക്കൂട്ടിയ ബീരങ്കികളല്ലേ. മാത്രമല്ല പെട്ടെന്ന് രൂപീകരിച്ചൊരു ഗ്രൂപ്പാണിത്. നേതൃത്വം കൊടുക്കുന്നവരുടെ ചെറിയ ചെറിയ പോരായ്മകളും. അതൊന്നും പോരാഞ്ഞിട്ട് ഇത് വടക്കൻ മേഖലയാ. മുന്നിൽ നിന്ന് പോരാടുന്നവരെ പോലെയല്ല. ഇവർക്ക് യുദ്ധം ചെയ്ത് പരിചയമില്ല. ഇവരിൽ നിന്നൊക്കെ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയുവാണ് ക്യാപ്റ്റൻ. അത് കണ്ടപ്പോഴേ മനസ്സിലായി, ഈ സർവേ കോപ്സിനെ ഉപയോഗിച്ച് വീണ്ടും ഒരു ഭാഗ്യപരീക്ഷണം നടത്തുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഇതേ സമയമാണ് ഒരുപാട് കയറുകളും വെടിമരുന്നുകളും കൊണ്ട് ഹാഞ്ചി അങ്ങോട്ട് വരുന്നത്. അതിൽ നിന്നും 2 ബാരലുകൾ കൊണ്ടുവന്ന 3D ഗിയറിന്റെ മെക്കാനിസം ഉപയോഗിച്ച് അവരൊരു വെപ്പൺ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എറിനും മിക്കാസയും ആർമിനും മറ്റുള്ളവരെല്ലാവരും ചേർന്ന് നെറ്റ് പോലൊരു സാധനം ഉണ്ടാക്കി അതിനകത്ത് വെടിമരുന്നുകൾ നിറക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ കെട്ടിവെച്ച് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ പൊതിഞ്ഞാൽ മാത്രം മതി. ഇതേസമയം കമാൻഡർ എർവിൻ ഈ സ്റ്റോറിയുടെ അടുത്തോട്ട് വരുന്നു. ലീവായി നിന്നോടെല്ലാം പറഞ്ഞില്ലേ, ഇതെല്ലാം അവസാനിച്ചതിന് ശേഷം നീ വേണം ഈ ലോകത്തിന്റെ രാജ്ഞിയാവാൻ. അതുകൊണ്ട് നീ ഇപ്പൊ ഈ മുൻനിരയിൽ നിന്ന് പോരാടുന്നത് അത്ര നല്ല കാര്യമല്ല. ആ പ്ലാനിൽ ചെറിയൊരു പ്രശ്നമില്ലേ? എന്റെ ഈ പേര് കൊണ്ട് മാത്രം ജനങ്ങൾ എന്നെ രാജ്ഞിയായി അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ട് എർവിൻ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് അവളോട് ചോദിക്കുന്നു. ഇതേസമയം തന്നെ ആ ടൈറ്റിന് നേരെ വീണ്ടും ഫയർ ചെയ്യുവാണ് സർവേ കോപ്സ്. ഹിസ്റ്റോറിയ, അവളിപ്പോ പഴയതുപോലെയല്ല. ഒരു ദുർബലയായിട്ടായിരുന്നു ഇത്രയും കാലം ഞാൻ അവളെ കണ്ടത്. എനിക്ക് തെറ്റുപറ്റി. ശരിക്കും ഞാനായിരുന്നു ദുർബലൻ. ജീവിതത്തിൽ എപ്പോഴോ എനിക്കെന്തോ പ്രത്യേകതയുണ്ടെന്ന് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി സൈനികർ ജീവൻ കളഞ്ഞത്. അത് തികച്ചും സ്വാഭാവികമാണെന്ന് ഞാൻ വിശ്വസിച്ചു. എന്റെ ടൈറ്റൻ ശക്തിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ടൈറ്റനുകളെ ആയിരുന്നു. പക്ഷെ ഒരു ടൈറ്റനായ ഉടനെ തന്നെ ഞാൻ അത് സ്വീകരിച്ചു. ആ ശക്തി എന്റെ സ്വന്തമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ദുർബലനായിട്ടുള്ള ഒരുത്തൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇനി എന്ത്? ആ മതിലിലെ ദ്വാരം അടച്ചാൽ തന്നെ മനുഷ്യരാശിയെ രക്ഷിക്കാൻ അത് മതിയാകുമോ? എനിക്ക് ഇവിടെ ഒരു പ്രത്യേകതയും ഇല്ല. ഇവിടെ ശരിക്കും ഭാഗ്യമില്ലാത്തത് ബാക്കിയുള്ള മനുഷ്യർക്കാണ്. അവർക്ക് എന്നിൽ വിശ്വസിക്കാതെ വേറെ വഴിയില്ല എന്ന് ചിന്തിച്ച് എറിൻ മതിലിന് താഴോട്ട് നോക്കുന്നു. ആ താഴെയുള്ള പിള്ളേരെ കാണുമ്പോ ആ ദിവസം നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് ആർമിനോട് ചോദിക്കുവാണ് എറിൻ. അതെ, മതിലിനേക്കാൾ പൊക്കമുള്ള ഒരു ടൈറ്റൻ അവരെ ആക്രമിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അന്ന് കണ്ട അതേ കാഴ്ച ഇപ്പൊ ഇവരും കണ്ടേക്കാം. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. ഇന്ന് ആ ടൈറ്റനെ നേരിടാൻ തയ്യാറായി ഇവിടെ സൈനികർ നിൽക്കുന്നുണ്ട്.
അത് നമ്മളാണ് എന്ന് പറയുവാണ് ആർമിൻ. ഇതേ സമയം മിക്കാസ എറിനെ സഹായത്തിന് വിളിക്കുന്നു. എന്തൊക്കെയോ ആലോചിച്ച് എറിൻ അവനെ തന്നെ ഇടിക്കുന്നു. എറിൻ, നീ എന്താ ചെയ്യുന്നേ? നിന്നെ മുറിവേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? അതിന് സമയമായിട്ടില്ല. അല്ല, ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരു പാഴ് ജന്മത്തിന് അത് അർഹിക്കുന്നത് ഞാൻ കൊടുത്തതാ. അവനിപ്പോ ചത്തെന്ന് തോന്നുന്നു എന്ന് പറയുവാണ് എറിൻ. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ആ സിറിഞ്ചിനകത്ത് ഉണ്ടായിരുന്നത് ഉള്ളിൽ ചെന്നതുകൊണ്ടാണ് ലോർഡ് റൈസ് ഒരു ടൈറ്റനായി മാറിയത്. ഈ ടൈറ്റന് കൊളോസിയൽ ടൈറ്റനേക്കാൾ വലുപ്പമുണ്ട്. ആ ടൈറ്റനെ പോലെ തന്നെ ചൂടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ടൈറ്റൻ. അതിന്റെ ശരീരഭാരം കാരണം അതിനിഴഞ്ഞു മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ. ഇതേ സമയം തന്നെ ആ ടൈറ്റൻ മതിലിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ബീരങ്കികളും ഉപയോഗിച്ച് അതിന്റെ കഴുത്തിന് പുറകിലായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അതിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് വളരെ ചൂടേറിയ ആവി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ പെട്ടുപോയ സർവേ കോപ്സിന് വളരെയധികം ചൂട് അനുഭവപ്പെടുന്നു. അവർക്കൊന്നും കാണാനും സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ആ ടൈറ്റൻ മതിലിൽ കയറി പിടിക്കുന്നത്. മതിലിന്റെ സഹായത്തോടു കൂടി അത് അവിടെ പിടിച്ചു നിൽക്കുന്നു. താഴെ നിന്നിരുന്ന ആ 3 കുട്ടികളും ആ കാഴ്ച കാണുന്നുണ്ട്. പണ്ട് ശിഗാക്ഷിനയിലെ ആ സീൻ ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സോ അത്രയും നേരം താഴെയുടെ നിരങ്ങി വന്നതുകൊണ്ട് അതിന്റെ മുൻവശത്തുള്ള ഒരു ഭാഗം മുഴുവനും തേഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഓർഗൻസ് എല്ലാം പുറത്തോട്ട് ചാടുന്നു. ഇത് കണ്ട് ജനങ്ങളെല്ലാം അവിടെ നിന്ന് പേടിച്ചോടുന്നു. ജനങ്ങൾ പേടിച്ചോടുന്നത് കണ്ട് അവിടുത്തെ മിലിറ്ററി പോലീസ് ഓഫീസർ, തീർച്ചയായിട്ടും അത് ഉള്ളിൽ കിടക്കും. ഞാൻ ജനിച്ചു വളർന്ന എന്റെ നഗരം അത് നശിപ്പിക്കും എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഹേയ്, മാറി നിൽക്ക് ക്യാപ്റ്റൻ, ഇനി ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ക്യാപ്റ്റൻ ലീവായ് അവരോട് പറയുന്നു. ഇതേ സമയം അവിടുത്തെ ഹീറ്റ് ടാലിയാക്കാൻ വേണ്ടി മറ്റുള്ളവരെല്ലാം തണുത്ത വെള്ളം അവരുടെ ശരീരത്തിലൂടെ ഒഴിക്കുന്നു. എറിൻ, നീ തയ്യാറല്ലേ എന്ന് ചോദിക്കുകയാണ് ഹാൻജി. ഇത് കേട്ട് എറിൻ, ആർമിൻ, ആ ദിവസത്തേക്കാൾ ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മനുഷ്യരാശിയുടെ കയ്യിൽ ഇപ്പൊ ഒരു രഹസ്യ ആയുധം കൂടിയുണ്ട് എന്ന് പറഞ്ഞൊരു ടൈറ്റനായി മാറുവാണ് എറിൻ. ശരി, എല്ലാവരും തയ്യാറല്ലേ? ആക്രമിക്കുക എന്ന് പറഞ്ഞ് സിഗ്നൽ കൊടുക്കുവാണ് എർവിൻ. ഇതേ സമയം തന്നെ അവരുണ്ടാക്കിയ പുതിയ വെപ്പൺ ആ ടൈറ്റന്റെ കൈയിനടുത്തോട്ട് വിടുന്നു. അവിടെ ചെന്ന് അത് പൊട്ടിത്തെറിച്ച ഉടനെ തന്നെ ആ ടൈറ്റന്റെ ബാലൻസ് തെറ്റുന്നു. ആ മതിലിന് പുറത്തോട്ട് മലനടിച്ച് വീഴാൻ വേണ്ടി പോവാണ് ആ ടൈറ്റൻ. പെട്ടെന്ന് തന്നെ ഒരു ടൈറ്റനായി മാറിയ എറിൻ വെടിമരുന്നുകൾ നിറച്ചിരിക്കുന്ന ആ ഗിഫ്റ്റ് ബോക്സ് എടുത്തുകൊണ്ട് ആ ടൈറ്റന് നേരെ ഓടുന്നു. സോ ഇതേ സമയമാണ് ഇവരുടെ പ്ലാൻ എന്താണെന്ന് കാണിക്കുന്നത്. ഗൺ പൗഡർ നിറച്ചിരിക്കുന്ന ആ ബാരലുകൾ ആ ടൈറ്റന്റെ വായിലൂടെ അതിന്റെ അണ്ണാക്കിലോട്ട് ഇടണം. അത് പൊട്ടിത്തെറിക്കുന്നതിന്റെ ആ ഫോഴ്സിൽ അതിന്റെ നോപ്പ് ഭാഗം പൊട്ടിത്തെറിക്കണം. ഓ, നമുക്ക് വെടിമരുന്ന് ഇടാൻ വേണ്ടിട്ട് അത് വായ തുറന്നു തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോപ്പ് ഭാഗത്ത് പൊട്ടിത്തെറിപ്പിക്കാനായിട്ട് അതിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. അത് പൊട്ടിത്തെറിക്കുന്നത് അതിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം. പിന്നെ വാ തുറക്കുന്ന കാര്യം, അത് ഇത്രയും ദൂരം നിരങ്ങിയാണ് വരുന്നത്. അതിന് തുറക്കാൻ വായ അവിടെ ഉണ്ടാവോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. സോ ഇതാണ് ഇത്തവണത്തെ ഭാഗ്യപരീക്ഷണം. ഇതേ സമയമാണ് ഓടിച്ചെന്ന എറിൻ അതിന്റെ വായിലോട്ട് ആ വെടിമരുന്നുകൾ ഇടുന്നത്. അതെല്ലാം തന്നെ കൂട്ടിയിടിച്ച് പെട്ടെന്ന് അവിടെ ഒരു വലിയ പൊട്ടിത്തെറി നടക്കുന്നു. ഇതേ സമയമാണ് ആ ടൈറ്റന്റെ ബോഡി പാർട്സ് എല്ലാം നഗരത്തിന്റെ മുകളിലോട്ട് വീഴാൻ വേണ്ടി പോകുന്നത്. ഹേയ്, വേഗം 3D ഗിയർ ഉപയോഗിച്ച് അത് അവസാനിപ്പിക്കുക. ടൈറ്റൻ എത്ര വലുതാണെങ്കിലും അതിന്റെ മർമ്മസ്ഥാനം 1 മീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയും മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലൊരു അവസരം ലഭിക്കില്ല എന്ന് പറഞ്ഞ കോണിയും മറ്റുള്ളവരെല്ലാവരും താഴോട്ട് വീണോണ്ടിരിക്കുന്ന അതിന്റെ ബോഡി പാർട്സ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് ജിൻ ഭാവി ക്യൂനായിട്ടുള്ള ഹിസ്റ്റോറിയെ കാണുന്നത്. ഹിസ്റ്റോറിയ, നിന്റെ കാരണങ്ങൾ എനിക്ക് മനസ്സിലാവും, പക്ഷെ നിന്നെ പോരാടാൻ അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ കമാൻഡർ, എന്റെ ലക്ഷ്യം എനിക്കിപ്പോ വളരെ വ്യക്തമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ശരി, എന്തായാലും എന്റെ ഈ അവസ്ഥയിൽ നിന്നെ തടയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ഈ സ്വാർത്ഥത കാണിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഇതാദ്യമായിട്ടാണ് ഞാൻ എന്റെ മാതാപിതാക്കളെ ധിക്കരിക്കുന്നത്. എന്റെ അച്ഛനുമായിട്ടുള്ള ആദ്യത്തെ വഴക്കും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഹിസ്റ്റോറിയ താഴോട്ട് വീണോണ്ടിരിക്കുന്ന ആ ടൈറ്റന്റെ ഒരു ബോഡി പാർട്സ് കട്ട് ചെയ്യുന്നു. സോ അതിനകത്തുണ്ടായിരുന്നു അവളുടെ അച്ഛനായിട്ടുള്ള ലോർഡ് റൈസ്. അച്ഛാ, ഞാൻ പറയുന്നത് കേൾക്ക്. ടൈറ്റനുകളെ നമുക്ക് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാം. ഞാൻ പറയുന്നത് എന്താ അച്ഛന് മനസ്സിലാവാത്തത്? എനിക്കൊന്നും സംഭവിക്കില്ല ചേട്ടാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആൽമ. നീ മാത്രമേ എന്നെ മനസ്സിലാക്കുന്നുള്ളൂ. ഇത് ഞാൻ ഏറ്റു അച്ഛാ. ആദ്യത്തെ രാജാവിന്റെ ആജ്ഞയ്ക്ക് ഞാൻ കീഴടങ്ങില്ല. ഇതേ സമയമാണ് കൺട്രോൾ പോയി ഹിസ്റ്റോറിയ തെറിച്ച് താഴെ വീഴുന്നത്. താഴെ വീണ് കിടക്കുന്ന ഹിസ്റ്റോറിയെ കണ്ട്, ഹേയ്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? നിങ്ങളാണോ അതിനെ കൊന്നത് എന്ന് ആളുകൾ ചോദിക്കുന്നു. അതെല്ലാം എന്റെ തോന്നലായിരുന്നോ? ഞാൻ ശരിക്കും സ്വന്തം ഇഷ്ടപ്രകാരമാണോ പ്രവർത്തിക്കുന്നത്? എനിക്കറിയില്ല. പക്ഷേ ഞാൻ ശരിക്കും ഒഴുക്കിന്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാണ് ഹിസ്റ്റോറിയ. ഞാൻ ഹിസ്റ്റോറിയ റൈസ്, ഈ മതിലുകളുടെ ശരിക്കുമുള്ള അധികാരി എന്ന് അവർക്ക് മുമ്പിൽ വിളിച്ചു പറയുവാണ് ഹിസ്റ്റോറിയ. പിന്നീട് നമ്മൾ കാണുന്നത് ലോർഡ് റൈസിന്റെ ചാപ്പൽ നിന്നിരുന്ന സ്ഥലമാണ്. അവിടെ നിന്നും വളരെയധികം പരിക്ക് പറ്റിയ ഒരാൾ നടന്നു പോകുന്നു. റിപ്പർ കെനി ആയിരുന്നു അത്. വളരെയധികം പരിക്ക് പറ്റിയ കെനി ഒരു മരത്തിനടിയിൽ വിശ്രമിക്കുന്നു. അവിടെ കിടന്ന് അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കുന്നു.
അപ്പോഴാണ് കെനി എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ട് വരുന്നത്. ക്യാപ്റ്റൻ ലീവയും ഒരു ഓഫീസറും ആയിരുന്നു അത്. എന്താ? ഓ, നീയായിരുന്നു അത്? ഓ, നീ മാത്രമേ അതിൽ നിന്നും രക്ഷപ്പെട്ടുള്ളൂ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്ന് കെനിയും പറയുന്നു. ഇതേ സമയം ലീവായി കൂടെയുള്ള ഓഫീസറിനെ പറഞ്ഞു വിടുന്നു. നിനക്ക് പറ്റിയ ഈ പൊള്ളലും നിന്റെ ശരീരത്തിൽ നിന്നും പോയ ബ്ലഡൊക്കെ വെച്ച് നോക്കുമ്പോ നീ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇല്ല, നിനക്കത് ഉറപ്പാണോ എന്ന് ചോദിച്ച് ഒരു പെട്ടി പുറത്തോട്ട് എടുക്കുവാണ് കെനി. അത് കണ്ട് ക്യാപ്റ്റൻ ലീവായി ഞെട്ടുന്നു. സോ ടൈറ്റൻ ആവാനുള്ള ആ ഇഞ്ചക്ഷൻ ആയിരുന്നു അത്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കെനി ആ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചൊരു ടൈറ്റനായി മാറാൻ പോവാണോ? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാത്തവരേക്കും ബൈ.